അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫോറസ്റ്റ് ആൻഡ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റബ്ബറും തോട്ടം. ഇതാണ് നമ്മുടെ റാന്നിയിലെ വലിയ പാലം. ഇന്നത്തെ വ്ളോഗ് ഇസ് ഓൾ അബൌട്ട് റാന്നി ടൂർ. അത് ചുമ്മാ റാന്നി ടൂർ അല്ല, ഇന്ന് ആക്ച്വലി ഭാരത് ബന്ദ് ആണ്. അപ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ ഓടുന്നാണ് പറഞ്ഞത്. എനിവേസ് വി ആർ ആസ് എ പ്രിക്കോഷൻ ജസ്റ്റ് ടേക്കിംഗ് ആ 2-wheeler. ഇത് നമ്മുടെ RX100 കുട്ടപ്പനാണ്, 1988 മോഡൽ RX100. സോ സണ്ണീഷൻ ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ റാന്നി ടൂർ. അപ്പോൾ നാട്ടിൽ ഹർത്താലിൻ്റെ ദിവസം നമ്മുടെ പ്രദേശം, നമ്മുടെ നാട് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഹർത്താലിൻ്റെ സമയത്തൊന്നും പുറത്ത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ, ബിക്കോസ് ഐ വാസ് റേസ്ഡ് ഇൻ ദുബായ്. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്, ഹർത്താലിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇന്ന് പെട്രോളിൻ്റെ പൈസ കൂടുന്നതുകൊണ്ടുള്ള ഹർത്താൽ എന്നൊക്കെയാണ് പറഞ്ഞത്. സോ എനിവേസ് ഓൾ സെറ്റ് വിത്ത് എ ഹെൽമെറ്റ്. ആൻഡ് ഞാനല്ല റൈഡ് ചെയ്യാൻ പോകുന്നത്, സണ്ണീഷനായിരിക്കും റൈഡ് ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ഐ ഹാവ് ടു ഷൂട്ട്. അതുകൊണ്ട് സണ്ണീഷനായിരിക്കും റൈഡ് ചെയ്യുന്നത്. സോ എനിവേസ് വിൽ സീ ഹൗ എ ഡേ ഗോസ് on a Hartal day. അങ്ങനെ പറയാം, Hartal day. Okay, let's see. So we are starting a ride. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ കടകളൊക്കെ അധികം ഇല്ല, ഓപ്പൺ അല്ല. എന്നാ 1-2 കടകളൊക്കെ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഐ വിൽ ഷോ യു ഗൈസ് എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ റാന്നി പാലത്തിലോട്ടാണ് ഈ കയറുന്നത്. See the view. അവിടെ പഴയ പാലമുണ്ട്, പൊളിഞ്ഞു പോയത്. ഇപ്പൊ നമ്മൾ പോകുന്നത് പുതിയ പാലവും പണിയുന്നുണ്ട്. അവിടെ ഒരു നല്ല വലിയ പള്ളിയൊക്കെ ഉണ്ട് മലയുടെ മണ്ടയിൽ. ഇറ്റ്സ് വെരി നൈസ്. കടകളൊന്നും ഇല്ല കേട്ടോ, കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. കണ്ടോ, മിക്ക കടകളും അടച്ചു തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഷാലോണം വരുന്നുണ്ട്. അവൻ ബുള്ളറ്റിലാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുള്ളറ്റിൻ്റെ ചാവി സണ്ണീഷിൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് അവനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രിപ്പല്ല, ഒരു ടൂറിൽ. ഓക്കെ, ഷാലോൺ മോൻ ഫോർസിലുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നോക്കാം. അപ്പോൾ അമ്മ വിചാരിക്കും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വന്നത്. അമ്മ ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണമെന്നാണ് പറഞ്ഞത്. അവനെവിടെ? അപ്പോൾ ഞങ്ങൾ വണ്ടി സ്വിച്ച് ചെയ്യാൻ പോവാം. ഷാലോൺ മോൻ RX-ലും ഞങ്ങൾ ബുള്ളറ്റിലും പോകാൻ പോവാണ്. അവന് വരാൻ മടി, സൗന്ദര്യം പോകുന്നു, ചൂടല്ലേ എന്ന് പോലും. ഫിയറ്റിന് ഇപ്പോൾ പെട്രോൾ ഇല്ല, ആൻഡ് പെട്രോൾ പമ്പ് ഒന്നും അധികം കാണത്തില്ല. റൈഡ് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സൗണ്ട് ഇസ് സോ ഗുഡ്. യാ, ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റിൻ്റെ സൗണ്ട്. ആൻഡ് ഞാൻ ഐ സ്വിച്ച് ടു ദ ക്യാപ്. ഓക്കെ, കാരണം ഞാൻ ബാക്കിലിരിക്കുകയാണ്. ബാക്കിലിരിക്കുന്നവർക്ക് ഇപ്പോൾ വേണം എന്നാണ്, ജസ്റ്റ് വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെക്കാത്തതാണ്. പക്ഷേ പെറ്റി അടിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. വ്ളോഗിങ്ങിന് വേണ്ടി മാറ്റിയതാണ് സാർ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഷാലോൺ മോൻ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവന് ചൂടത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഹെഡിങ് ഷാലോൺ മോൻ ഉണ്ട് സൈഡില്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വല്ലുമ്മ തൊപ്പി മറന്നുപോയി. ഷാലോൺ റോഡിൻ്റെ നടുക്ക് തന്നെ വീണത്. വണ്ടികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അതിനെ വണ്ടി കൂടി ഒന്നും കയറി ഇറക്കില്ല. അപ്പോൾ ഷാലോൺ അതെടുത്തോണ്ട് പറന്ന് വരുന്നുണ്ട്. അവൻ പോയി അതുകൊണ്ട്. ഇതാണ് സണ്ണിച്ചനൊക്കെ ചാടി കുളിച്ചോണ്ടിരുന്ന കനാൽ അല്ലേ? നമ്മളിപ്പോൾ ആദ്യം അക്യുഡേറ്റിലോട്ടാണോ പോകുന്നത്? നമ്മൾ അക്യുഡേറ്റിലോട്ട് കയറാൻ പോവാണ്. സോ ദിസ് ഈസ് എ പാലം ടു അക്യുഡേറ്റ്.
ചാച്ചൻ്റെ ഒക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇവിടെയാണല്ലേ? അപ്പോൾ ഷാലോമോൻ അങ്ങോട്ട് പോയിട്ട് നമുക്ക് സോഡ നാരങ്ങ പറയാൻ വേണ്ടി അവൻ ആദ്യമേ പോയി. സോ നമുക്ക് ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നൈസാണേ, ഫീൽ സോ ഗുഡ്. ചൂടത്ത് തണുത്ത സോഡ നാരങ്ങ കുടിക്കാം. അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അച്ചു. ഇത് എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ സ്റ്റിൽ വിഷസ് ഫ്രം മല്ലുമമ്മ. അപ്പോൾ എൻ്റെ 2 കുട്ടി ഫാൻസ് ഉണ്ട്. സിജോ ചാച്ചൻ്റെ പിള്ളേരാണ്, നമ്മുടെ കരിഷ്മയുടെ കസിൻസ്. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെപ്പോഴും എന്നെ തിരക്കുമെന്ന് പറയാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഉർവശി ചെന്നപ്പോൾ സിജോ ചാച്ചനെ അവരെ വിളിച്ചിട്ട്, സേരക്കുട്ടിനെ വിളിച്ചിട്ട് ഇടി മല്ലുമമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ സേരക്കുട്ടി ഹായ്. ബൈക്കൊന്നും അറിയാലോ. RX റെഡി. അതാദ്യമായിട്ടല്ലേ നീ ചെയ്യുന്നത്? RX ഭയങ്കര പവറാണ്. ഞങ്ങൾ ബൈക്ക് സ്വിച്ച് ചെയ്ത് കയറി വെള്ളനാരങ്ങ കുടിച്ചു കഴിഞ്ഞപ്പോൾ now we are going to മാടത്തരുവി. അവിടെയും ഇവരുടെയൊക്കെ ഓർമ്മകൾ തുള്ളിക്കളിക്കുന്നു എന്നൊക്കെയാണ് പറയാറ്. സോ ഞാനിവരെ കണ്ടിട്ടില്ല. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ടു മാടത്തരുവി. അപ്പോൾ നമുക്ക് നോക്കാം. ഐ മീൻ ഹർത്താലായതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇപ്പം എൻ്റെ കുട്ടി പറഞ്ഞു. ഈ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ? ദുരവസ്ഥ. സോ ദിസ് ഈസ് റാന്നി ടൗൺ. ആൻഡ് റാന്നി ടൗണിൽ ഇപ്പോൾ കടകളൊന്നും ഓപ്പൺ അല്ല. വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും അഫക്ട് ചെയ്ത ടൗൺ ആണ് റാന്നി. ആൻഡ് അവിടുന്ന് എല്ലാവരും ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു അല്ലേ? ഇവിടെ കാണുന്നത് മൊത്തം മുങ്ങിപ്പോയതാണ്. ഈ ഫുൾ ഏരിയാസ് 2nd ഫ്ലോർ വരെ മുങ്ങിയതാണ്. ഇവിടെ പിന്നെ നമ്മുടെ ഹൈവേ വരുക. അപ്പോൾ റോഡ് പണിയാണ്, നല്ല വീതിയുള്ള വഴിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. നല്ല കിടിലൻ റോഡാണ് ഇവിടെ വരാൻ പോകുന്നത്. സോ കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ റാന്നിയിലെ കടകളും റാന്നി ടൗൺ. ഇത് അപ്പുറത്ത് നമ്മൾ പാലത്തിന് അപ്പുറം അക്കരയും ഇത് കിട്ടിയപ്പാറ ടൗണും. ഓക്കെ, ഇവിടെ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളും. ഞങ്ങൾ കിട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനകത്താണ്. ബസ് സ്റ്റാൻഡിൽ കൂടി ഷോർട്ട് കട്ട് ഉണ്ട് പുറത്തിറങ്ങാൻ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മാടത്തരുവി. റാന്നി ടൗണിൻ്റെ ഒരു വശമേ നമ്മൾ കണ്ടുള്ളൂ. റാന്നി ടൗണിൻ്റെ 2nd ഭാഗം ഇതാണ്. ഇപ്പുറത്തെ സൈഡ് എന്ന് പറയാം, അത് ഇതാണ് ഈ കാണുന്നത്. ഓക്കെ, റാന്നി ടൗൺ. അപ്പം ഫുൾ പണിയാണ് ഇവിടെ, മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ റോഡിൻ്റെ ആയതുകൊണ്ട് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്. സോ അതുകൊണ്ട് ഞാൻ ക്യാപ്പ് എടുത്ത് വെച്ചാൽ എൻ്റെ മുഖം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കത്തില്ല. എനിവേസ് ഇതാണ് നമ്മുടെ മാക്കാപ്പള്ളി, ചെത്തോങ്കര പള്ളി. നല്ല വ്യൂവിലാണ് കേട്ടോ. ഇവിടെ ബേബി കെയർ ഒക്കെ ഉണ്ട്. നല്ല വ്യൂവിലാണ് നമ്മുടെ ഈ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ വി ആർ അബൌട്ട് ടു റീച്ച് മാടത്തരുവി. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണോ പോകുന്നത്? ആ വീട് അതുവഴി ഫ്രണ്ടിൽ കൂടി പോയാലേ നമുക്ക് മാടത്തരുവി പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ സൈഡ്. അവരാരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഹായ് ഒക്കെ പറയും. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം തിരിച്ച് വീട്ടിൽ പെട്ടെന്ന് എത്താൻ അമ്മ ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഇനിയും 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. സോ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദ ടൈം. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് പ്ലെയിങ് ആയി. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അരുവി പോകുന്നത്. അയ്യോ അമ്മേ, അരുവി പോകുന്നത്. പക്ഷേ വെള്ളം ഇല്ല കാര്യമായിട്ട്. ഇവിടെ നമുക്ക് ഈ സൂമിംഗ് ലെൻസ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ബട്ട് അതുവഴി നമുക്ക് കാണാൻ പറ്റും വെള്ളം ഒട്ടുമില്ല. സോ അവിടെ വരെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇന്ന് നടന്ന് അത്രയും കിലോമീറ്റർ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഗുണമില്ലാതായി പോകും. അതുകൊണ്ട് ഞങ്ങൾ മാടത്തരുവി ടാറ്റാന്ന് പറയും ഇവിടുന്ന് തന്നെ. അതിതൊക്കെ നമ്മുടെ പൈനാപ്പിൾ കൃഷിയും റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ തിരിച്ച് വി ആർ ഹെഡിങ് ബാക്ക് ടു ഹൗസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹർത്താലിൻ്റെ റാന്നി വിശേഷങ്ങൾ. അവധിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്.
സൈഡിൽ കാണുന്നതാണ് റബ്ബറും തോട്ടം, which is cool, right? One side is റബ്ബർ തോട്ടം and the other side is forest. അപ്പോൾ ഫോറസ്റ്റിൻ്റെയും റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടില്ലേ? Oh my god. So we are heading back home. നമ്മൾ വീട്ടിൽ ഓൾമോസ്റ്റ് എത്തി. ഇവരുടെ വഴിയിലോട്ട് കയറി. It was a nice fun ride on a Hartal day. അപ്പോൾ നമ്മുടെ ഒരു ഫൺ റാന്നി റൈഡായിരുന്നു ഓൺ ഹർത്താൽ ഡേ. അപ്പോൾ നത്തിങ് എന്താ പറയുക, നമ്മളൊരു സീരിയസ് കണ്ടന്റ് ഇൻറ്റൻറ്റഡ് അല്ലായിരുന്നു ഈ വീഡിയോ. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഫൺ. എങ്ങനെയാണ് ഒരു ഹർത്താൽ ദിവസം കേരളത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ടൊരു ഫൺ റൈഡ് അത്രേ ഉള്ളായിരുന്നുള്ളൂ. അത്രേ ഇതും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നുള്ളൂ. അപ്പോൾ പലർക്കും ഇത് ബോറിംഗ് ആയിട്ട് തോന്നാം, പലർക്കും ഇത് ഫണ്ണായിട്ട് തോന്നാം, റാന്നിക്കാർക്കൊക്കെ ഇത് വലിയ അഭിമാനമായിട്ട് തോന്നാം ചിലപ്പോൾ. സോ എനിവേസ്, അപ്പോൾ ഞങ്ങൾ റാന്നി റൈഡ് ഫൺ റൈഡൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ എത്തി. ആൻഡ് നമ്മുടെ പെട്രോൾ വില വർധനം കാരണമാണ് ഇന്നത്തെ ഭാരത് ബന്ദ് ഇവിടെ ഇത് എന്താ പറയുക ഭാരത് ബന്ദ് ആയത് ബേസിക്കലി. സോ ഞങ്ങളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് സൈൻ ഓഫ് പറയാൻ സമയമായിക്കൊണ്ട് വരുന്നു. അപ്പോൾ എന്തായാലും until the next vlog, see you guys, take care, bye.